നമസ്കാരം. എൻ്റെ പെൻഷനേഴ്സ് ഡയറി എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിലെ IAS ശ്രേണിയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറിയുടെ കീഴിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതിൻ്റെ താഴെ സെക്രട്ടറി, പിന്നെ സ്പെഷ്യൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ഇത്രയും പോസ്റ്റുകളാണ്. ചീഫ് സെക്രട്ടറിക്ക് ഏതാണ്ട് കത്തോലിക്ക സഭയിലെ പോപ്പിൻ്റെ സ്ഥാനമാണുള്ളത്. പോപ്പിൻ്റെ താഴെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കർദീനാളായിട്ട് പറയാം. അതിൻ്റെ താഴെ ബിഷപ്പായിട്ട് സെക്രട്ടറി ഉണ്ട്. അതിൻ്റെ താഴെ പട്ടക്കാരായിട്ട്, സാധാ പട്ടക്കാരായിട്ട് ആണ് നമുക്ക് ഈ സ്പെഷ്യൽ സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയും ഒക്കെ കണക്കാക്കാവുന്നത്. കത്തോലിക്ക സഭയിലെ ഒരു പട്ടക്കാരനും പോപ്പിനെ കുപ്പായം പൊക്കി കാണിക്കാറില്ല. VK ഭാഷയിൽ പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി മുപ്പിൽ നായരാണ്. ഈ താഴെയുള്ള സ്പെഷ്യൽ സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയും ഒക്കെ ചെറുബാല്യക്കാരുമാണ്. ഈ ചെറുബാല്യക്കാർ ഒരിക്കലും മുപ്പിൽ നായരുടെ അടുത്ത് മുണ്ട് മടക്കി കുത്തുക പോലുമില്ല. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഈ IAS സർക്കിളിൽ വളരെ അഭൂതപൂർവവും അനിതര സാധാരണവുമായിട്ടുള്ള ഒരു സംഭവം നടന്നു. ഒരു ചെറുബാല്യക്കാരൻ ചീഫ് സെക്രട്ടറിയെ ധൈര്യപൂർവ്വം ജൗളി പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫിസിക്കലായിട്ടല്ല കാണിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് അദ്ദേഹം ജൗളി പൊക്കി കാണിക്കുന്നത്. പുള്ളി LLB ബിരുദധാരിയാണ്. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് LLB എടുത്തിട്ടുള്ള കക്ഷിയാണ്. പുള്ളി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി ജൗളി പൊക്കി കാണിച്ചാൽ അത് ചട്ടലംഘനമല്ല, അച്ചടക്ക വിരുദ്ധമല്ല. ഫിസിക്കലായിട്ട് ജൗളി പൊക്കി കാണിച്ചാൽ മാത്രമേ അത് അച്ചടക്ക ലംഘനമാകൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച വളരെ സ്ഫോടനാത്മകമായ ഒരു സംഭവം ഉണ്ടായി. ഈ ചെറുബാല്യക്കാരൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. N. പ്രശാന്ത്, IAS സ്പെഷ്യൽ സെക്രട്ടറി. അദ്ദേഹം നമ്മുടെ കാരണഭൂതന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. ചീഫ് സെക്രട്ടറി ശരിയല്ല, അഴിമതിയാണ്, അക്രമമാണ്, അട്ടിമറിയാണ്, ഇതെല്ലാം കൂടെ കാണിച്ച് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. ഈ പരാതി കിട്ടിയ ദിവസം മുഖ്യമന്ത്രി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കശുവണ്ടി ഇടപാടിലെ അഴിമതിക്കാരുടെ ഗവൺമെൻറ് സംരക്ഷിക്കുന്നു, മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ നല്ലൊരടി കിട്ടി. അതിൽ വിഷമിച്ച് മുഖ്യമന്ത്രി ഇരിക്കുകയായിരുന്നു. നല്ലൊരു ദണ്ട് വച്ച് ഇങ്ങനെ തലക്കിട്ട് കൊടുത്തുള്ള ഒരു അടിയായിരുന്നു, മുഖ്യമന്ത്രിയുടെ തലക്കിട്ട് കൊടുത്ത ഒരു അടിയായിരുന്നു കോടതിയുടെ റിമാർക്ക്. അത് കൊണ്ടിങ്ങനെ അതിൻ്റെ ഹാങ് ഓവറിൽ ഇരിക്കുമ്പോഴാണ് ശ്രീ പ്രശാന്ത് IAS സ്പെഷ്യൽ സെക്രട്ടറി ചെല്ലുന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോഴേ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞെന്ന് നിന്നെ കാണാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ആക്രോശിച്ച് എഴുന്നേറ്റു. പുള്ളിയുടെ ദണ്ടില്ലായിരുന്നുകൊണ്ട് പ്രശാന്തിൻ്റെ തലക്കിട്ട് അടിയേറ്റില്ല എന്നാണ് കരക്കമ്പി. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ കേരളത്തിലെ IAS സർക്കിൾ ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായിരിക്കുകയാണ്. ഒരു ചെറുബാല്യക്കാരനായിട്ടുള്ള IASകാരൻ IASലെ മുപ്പിൽ നായരെ ജൗളി പൊക്കി കാണിച്ചു. ഇത് കണ്ട് ഇന്ത്യൻ സിവിൽ സർവീസ് സ്ഥാപിച്ച 200 കൊല്ലം മുമ്പ് ഇന്ത്യൻ സിവിൽ സർവീസ് സ്ഥാപിച്ച കോൺവാലിസ് പ്രഭുവിൻ്റെ ആത്മാവ് ശവകുടീരത്തിൽ നിന്ന് എഴുന്നേറ്റ് നെഞ്ചത്തടിച്ച് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇപ്പോൾ N. പ്രശാന്തിലേക്ക് വരാം. അദ്ദേഹം നിയമബിരുദധാരിയാണ്. ഒരു സോഷ്യലിസ്റ്റ് IASകാരനാണ്. സമഭാവനയോടുകൂടി എല്ലാവരുമായിട്ട് ഇടപെടുന്ന ആളാണ്. അതുപോലെ നല്ല ഒരു നേരം പോക്കുകാരനുമാണ്. എല്ലാത്തിലും ഇച്ചിരി നേരം പോക്ക് വേണം. താഴെയുള്ളവരോട് സംസാരിച്ചാലും മുകളിലുള്ളവർ സംസാരിച്ചാലും ഒക്കെ സ്വല്പം നേരം പോക്ക് വേണമെന്ന് നിർബന്ധമുള്ള ആളാണ് അദ്ദേഹം. ഈ നേരം പോക്കില്ലേ പുള്ളി കലിക്കും. എല്ലാവരെയും സഹപ്രവർത്തകരാണ്, അല്ല ബോസ് എന്നുള്ള ഇതില്ല. താഴെയുള്ളവരും മുകളിലുള്ളവരും എല്ലാം സഹപ്രവർത്തകരാണ് എന്ന് ചിന്തിക്കുന്ന പ്യുവർലി സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു IASകാരനാണ്
ശ്രീ പ്രശാന്ത്. പക്ഷേ അദ്ദേഹം IAS ജോയിൻ ചെയ്ത് അധികം താമസിക്കുന്നതിന് മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി. അപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ശ്രീ പ്രശാന്ത് ജോയിൻ ചെയ്തു. അത് അരിയാഹാരം കഴിക്കുന്ന ഒരു IASകാരനും ചെയ്യാത്തൊരു പണിയാണ്. മണ്ടത്തരമായി പോയൊരു പണിയാണ്. കാരണം സർക്കാർ മാറിക്കഴിഞ്ഞാൽ ഇടത് ഗവൺമെൻറ് വരുമ്പോൾ കൊട്ടേഷൻ ടീമിനെ അയക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു സംഗതിയാണ് പുള്ളി ചെയ്തത്. എന്തുകൊണ്ട് പുള്ളി രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയെന്ന് എനിക്ക് മനസ്സിലായില്ല. പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെയോ പട്ടംതാണുപള്ളിയുടെയൊക്കെ റേഞ്ചുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ എന്തോ അദ്ദേഹത്തിൻ്റെ ജാതകദോഷം കൊണ്ടോ എന്തോ അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ സെക്രട്ടറി ആയിട്ടിരുന്നു. അത് 1-2 കൊല്ലം സെക്രട്ടറി ആയിട്ടിരുന്നു പുള്ളി വിരാജിച്ചു. അതിനുശേഷം കോൺഗ്രസ് ഗവൺമെൻറ് മാറുന്നതിന് മുമ്പ് തന്നെ പുള്ളിയെ കോഴിക്കോട് കളക്ടറായിട്ട് നിയമിച്ചു. അവിടെ ചെന്നപ്പോഴും പുള്ളി കുറേ പ്രശ്നങ്ങളായിരുന്നു, അവിടുത്തെ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ പ്രശ്നങ്ങളായിരുന്നു. പുള്ളി പറയുന്ന സീനിയറായിട്ടുള്ള IASകാരെന്ന് പറയുന്ന ഊതി വീർപ്പിച്ച ബലൂണാണ്. അവരുടെ ഞാനൊക്കെ ഒരു കുത്തു കൊടുത്താൽ ആ ബലൂണൊക്കെ പൊട്ടിപ്പോവും എന്നുള്ളതാണ്. പുള്ളിക്ക് സിസ്റ്റത്തിനോട് പൊതുവെ അത്ര ഒരു സുഖമില്ലായിരുന്നു. IAS സിസ്റ്റത്തിനോടും രാഷ്ട്രീയക്കാരോടും ഒന്നും അത്ര ഒരു താല്പര്യമില്ലായിരുന്നു. ഏതായാലും ഗവൺമെൻറ് മാറി. അദ്ദേഹത്തെ അത് കഴിഞ്ഞ് അന്ന് ഫിഷറീസ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ആദ്യത്തെ സർക്കാരിൽ ഫിഷറീസ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയുടെ കീഴിൽ അദ്ദേഹത്തെ നിയമിച്ചു. ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു. എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടോ ജാതകദോഷം കൊണ്ടോ എന്തോ അവിടെയും അവരുമായിട്ട് സുഖമല്ല, അല്ലാത്തൊരവസ്ഥ വന്നു. ആഴിക്കടൽ മത്സ്യബന്ധന എന്നൊരു പ്രോജക്റ്റിലെ എന്തോ ഇഷ്യൂകൾ വന്നു. അതിൽ അഴിമതിയുണ്ടെന്ന് ഇദ്ദേഹം പറയാതെ പറഞ്ഞു. അത് അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷനിലെ മേഴ്സിക്കുട്ടിയമ്മയെ വല്ലാതെ ബാധിക്കുന്നതായി തീർന്നു. ആ അഴിമതി ആരോപണം കൊണ്ട് അടുത്ത ഇലക്ഷനിൽ മേഴ്സിക്കുട്ടിയമ്മ തോറ്റു. അപ്പം ഇടതിന് ഇങ്ങേർക്കെതിരെ ആക്രമിക്കാൻ 2 കാരണങ്ങളായി. ഒന്ന്, രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. രണ്ടാമത്, മേഴ്സിക്കുട്ടിയമ്മയുടെ തോൽവിക്ക് കാരണം ഇദ്ദേഹമാണെന്ന് പാർട്ടി ധരിച്ചു. അപ്പം പിന്നെ ഇടതുപക്ഷമല്ലേ അവരടങ്ങി നിൽക്കുമോ? അവരെ ഇങ്ങേരെ ഒതുക്കാൻ വേണ്ടി കൊട്ടേഷൻ ടീമിനെ നിയമിച്ചു. പക്ഷെ ഇങ്ങേരെ ഒരു തരം നേരെ പോ എന്നുള്ള ആളായതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അവർക്ക് നടപടിയെടുക്കണം. കാരണം മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ച വ്യക്തി എന്ന രീതിയിൽ അവർ പാർട്ടി ഘടകങ്ങളിലൊക്കെ ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. പിന്നെ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അവർ വിചാരിച്ചു ഒരു ഇൻ്റർനാഷണൽ ഇടത് സൈക്കോളജിസ്റ്റിനെ ഏർപ്പെടുത്തി ഇയാളെ എങ്ങനെ ഒതുക്കാം, പ്രശാന്തിനെ എങ്ങനെ ഒതുക്കാം എന്നുള്ളത് പഠിക്കാമെന്ന് മനസ്സിലായി. ഈ സൈക്കോളജിസ്റ്റ് പഠിച്ചൊരു കാര്യം മനസ്സിലാക്കി. ഇദ്ദേഹം ആൾ പാവമാണ്. അതേ സമയം തന്നെ സ്വല്പം നേരം പോക്കുമുണ്ട്. അത് താഴെയുള്ളവരോടും നേരം പോക്കിലെ സംസാരിക്കും, മുകളിലുള്ളവരോടും ഓഫീസേഴ്സിനോടും പുള്ളിയുടെ കൺട്രോളിങ് ഓഫീസേഴ്സിനോടും നേരം പോക്കിലെ സംസാരിക്കും. അതേസമയം തന്നെ ഈ നേരം പോക്കില്ല എങ്കിൽ പുള്ളി കലിയിളകും, പുള്ളി പരമശിവനാകും. അപ്പം ഈ റിപ്പോർട്ട് ക്യാബിനറ്റിന് ഈ സൈക്കോളജിസ്റ്റ് കൊടുത്തു. അപ്പോൾ പിന്നെ ക്യാബിനറ്റ് മൊത്തം സെക്രട്ടറിമാരെയും അരിച്ചു പെറുക്കി. ആരാണ് അത്ര രസികനല്ലാത്ത സെക്രട്ടറി? സ്വല്പം ടഫായിട്ടുള്ള സെക്രട്ടറിയുടെ കീഴിൽ ഈ പ്രശാന്തിനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പശുവും പാലിൽ പണി കിട്ടും എന്നുള്ളത് സൈക്കോളജിസ്റ്റ് പറയുന്നു. അപ്പം ക്യാബിനറ്റ് ഹരിച്ചു ഗുണിച്ച് എല്ലാ സെക്രട്ടറിമാരെയും പരിശോധിച്ചു. അങ്ങനെ അവർ കണ്ടുപിടിച്ച് പട്ടികജാതി വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് സ്വല്പം റഫ് ആൻഡ് ടഫാണ്, ഇങ്ങനെയുടെ സ്വഭാവമായിട്ട് യോജിക്കുന്ന പാർട്ടിയല്ല. അപ്പോൾ അവസാനം ഇദ്ദേഹത്തെ പട്ടികജാതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് ഡോക്ടർ ജയതിലകിൻ്റെ കീഴിൽ നിയമിച്ചു. ഡോക്ടർ ജയതിലക അത്ര രസികനൊന്നുമല്ല. പുള്ളി മെഡിക്കൽ കോളേജ് സർജറിയിൽ MS എടുത്ത ഡോക്ടറാണ്. മാത്രമല്ല അദ്ദേഹം കേരളത്തിലെയും മറ്റൊക്കെ ക്വിസ് ചാമ്പ്യനായിരുന്നു.
ഒരു തരത്തിൽ പറഞ്ഞാൽ ചോര കണ്ട് അറപ്പു തീരാത്ത ഒരു സർജനായിരുന്നു അദ്ദേഹം. കാരണം സർജറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം IAS തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് സർജറി നടത്താൻ പുള്ളിക്ക്, അപ്പോൾ ഇദ്ദേഹത്തെ സർജറി നടത്താൻ വേണ്ടിയായിരിക്കും ജയതിലകിൻ്റെ കീഴിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചത്. പ്രശാന്ത് ജയതിലകിൻ്റെ കീഴിൽ ജോയിൻ ചെയ്തു. പ്രശാന്തിന് സ്വല്പം ശ്വാസം മുട്ടലായിരുന്നു. കാരണം തൻ്റെ ബോസ് അത്ര ഒരു രസികനല്ല. അദ്ദേഹം ബോസിനെ മോട്ടിവേറ്റ് ചെയ്ത് രസികനാക്കാൻ നോക്കി, കൗൺസിൽ ചെയ്ത് നോക്കി. പക്ഷേ അപ്പോഴത്തേനും ബോസ് അങ്ങയുടെ ചെവിയിൽ പറഞ്ഞ് 10 ഒറ്റ ഉമ്മാനെ ഡാഷ് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞെന്നാണ് കരക്കമ്പി. എനിക്കറിയില്ല. ഏതായാലും അവർ തമ്മിൽ തെറ്റി. പക്ഷേ പ്രശാന്തിൻ്റെ ഭാഗ്യത്തിന് അധികം താമസിയാതെ രാധാകൃഷ്ണൻ മന്ത്രി പട്ടികജാതി മന്ത്രിയായിട്ട് ചാർജ് എടുത്തു. അതോടുകൂടി രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്ടം. അപ്പം സെക്രട്ടറി അത്ര രസികനല്ലെങ്കിലും മന്ത്രിയെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു പ്രശാന്തിന്. അതുകൊണ്ട് പ്രശാന്ത് എന്ത് ചെയ്തു, പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ, പട്ടികജാതി വകുപ്പിലെ ഫയലുകളൊക്കെ നേരെ മന്ത്രിക്ക് അയക്കാൻ തുടങ്ങി. സെക്രട്ടറിക്ക് കൊടുക്കാതെ മന്ത്രിക്ക് കൊടുക്കാൻ തുടങ്ങി. ഇത് സെക്രട്ടേറിയറ്റ് റൂൾസിന് വളരെ വിരുദ്ധമാണ്. പക്ഷേ മന്ത്രി നമ്മുടെ ആളായതുകൊണ്ട് അതിനൊന്നും കുഴപ്പമില്ല എന്ന് കണ്ട് ഫയലുകളൊക്കെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങി. മന്ത്രിക്കും സന്തോഷം. പക്ഷേ ഇദ്ദേഹത്തിന് വീണ്ടും സമയദോഷമാണെന്ന് തോന്നുന്നു. കുറേ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേനെ മന്ത്രിയെ പാർലമെൻറ്റ് ഇലക്ഷനിലെ കാൻഡിഡേറ്റാക്കി നിർത്തി. അതോടുകൂടി മന്ത്രി പെട്ടെന്ന് ചാർജ് വിട്ടു. അപ്പം അദ്ദേഹം മന്ത്രിക്ക് കൊടുത്തിരുന്ന ഫയലുകളൊന്നും മന്ത്രി തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഡോക്ടർ ജയതിലക അസ്വസ്ഥനായിരുന്നു. കാരണം ഫയലുകളെ തന്നെ കാണിക്കാതെ നേരിട്ട് മന്ത്രിക്ക് കൊടുക്കുന്നു. അത് പട്ടികജാതിക്കാരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് എന്നാണ് പ്രശാന്ത് പറയുന്നത്. കാരണം സെക്രട്ടറിക്ക് കൊടുത്താൽ കാര്യങ്ങളൊക്കെ ഒത്തിരി താമസിക്കും. പട്ടികജാതിക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഫയലുകൾ കൊടുത്തത്. ഏതായാലും മന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഫയലൊന്നും തിരിച്ചു കൊടുത്തില്ല. ഇത് നോക്കിയിരിക്കുകയായിരുന്നു ഡോക്ടർ ജയതിലക്. ഒന്നുമല്ലെങ്കിൽ പുള്ളി സർജറി പഠിച്ച ആളല്ലേ. അദ്ദേഹത്തിൻ്റെ സെക്ഷനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കാണും പ്രശാന്ത് വാങ്ങിച്ച പല ഫയലുകളും തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന്. അപ്പോഴേ അദ്ദേഹം നേരെ ചീഫ് സെക്രട്ടറിക്ക് ഡോക്ടർ ജയതിലക് റിപ്പോർട്ട് കൊടുത്തു. ഫയലുകൾ പലതും മിസ്സിംഗ് ആണ്, അത് ഈ പ്രശാന്തിൻ്റെ കയ്യിൽ നിന്ന്, സ്പെഷ്യൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണെന്ന് റിപ്പോർട്ട് കൊടുത്തു. എങ്ങനെയോ റിപ്പോർട്ട്, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നാണ് പുള്ളി ശുപാർശ ചെയ്തത്. പക്ഷെ വീണ്ടും സംഭവിച്ചെന്ത് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് എങ്ങനെയോ ലീക്ക് ചെയ്ത് മാതൃഭൂമി പേപ്പർ കിട്ടി. അപ്പോൾ മാതൃഭൂമി പേപ്പർ ഇത് വലിയൊരു ന്യൂസാക്കി കൊടുത്തു. പ്രശാന്ത് എന്ത് ചെയ്തു, ഇത് ആരാണ് ഈ മാതൃഭൂമിക്ക് ന്യൂസ് കൊടുത്തതെന്ന് അറിയാൻ വേണ്ടി പാലൂർ പടിപ്പുരയിൽ അദ്ദേഹം പോയി ഗണിക്കാൻ നിന്നു. അവസാനം അവർ ഗണിച്ചു പറഞ്ഞു, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അതായത് റിപ്പോർട്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ജയതിലക് തന്നെയാണ് എന്ന് പറഞ്ഞു. അതോടുകൂടി ഈ രസികനായിട്ടുള്ള നിർമ്മലനായിട്ടുള്ള ഇദ്ദേഹം കലിപ്പായി. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി, ഈ സെക്രട്ടറി മാടമ്പള്ളിയിലെ മനോരോഗിയാണ്. ആദ്യമായിട്ടാണ് ഒരു സെക്രട്ടറിയെ പറ്റി, ഒരു സ്പെഷ്യൽ സെക്രട്ടറി അങ്ങനെ എഴുതുന്നത്. പിന്നെ അദ്ദേഹം പല പല മീഡിയകൾ വന്നു. ആ മീഡിയകൾക്കെല്ലാം ഇൻ്റർവ്യൂ കൊടുത്തു. ഇതിലെല്ലാം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. അങ്ങനെ ഒരു വർഷമായിട്ട് പുള്ളി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൂണ്ട് വിളയാടുകയായിരുന്നു. പുള്ളിക്ക് കണ്ടമാനം വ്യൂവേഴ്സിനെ കിട്ടി, ആഹ്ലാദമായി. സസ്പെൻഷൻ 1 കൊല്ലത്തിൽ കൂടുതൽ കണ്ടിന്യൂ ചെയ്യാനുള്ള നിയമം ഇല്ല, അത് കേന്ദ്രം അനുവദിക്കത്തില്ല. പക്ഷേ ഇദ്ദേഹം 1 വർഷം തീരാറായപ്പം വേറെ ഒരു മണ്ടത്തരവും കൂടെ ചെയ്തു. എനിക്കിപ്പം തിരിച്ച് ജോയിൻ ചെയ്യാനൊന്നും ആഗ്രഹമില്ല, എനിക്ക് വേറെ വീട് പണിയുണ്ട്, പുസ്തകം എഴുത്തുണ്ട്, പിള്ളേരെ വളർത്തണം, എനിക്ക് എങ്ങനെയാണെങ്കിലും സബ്സിസ്റ്റൻസ് അലവൻസ് കിട്ടും, അത് കഴിഞ്ഞ് ബാക്കി പൈസ മേടിക്കാൻ എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് തിരിച്ച് ജോയിൻ ചെയ്യാനൊന്നും താല്പര്യമില്ല, സസ്പെൻഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് താല്പര്യമെന്ന് പറഞ്ഞു. ഏതായാലും ഇതടക്കം റിപ്പോർട്ട് കേന്ദ്രത്തിൽ ചെന്ന് കാണും. അതുകൊണ്ടായിരിക്കും കേന്ദ്രം സാധാരണ ചെയ്യുന്നതിന് വിരുദ്ധമായി 1 കൊല്ലത്തിൽ കൂടുതൽ 6 മാസം കൂടി
അദ്ദേഹത്തിനെ സസ്പെൻഷൻ നീട്ടി. അപ്പം ഇത് കേട്ട് കരിയിളകിയാണ് അദ്ദേഹം കൊണ്ടുപോയി ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ചീഫ് സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്ന്. അപ്പം ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേന് എനിക്ക് തോന്നി ഇതാരാണ് ശരിക്കും മാടമ്പള്ളിയിലെ മനോരോഗി